ഭവനരഹിതരല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരളത്തിൽ ഒരാൾ പോലും താമസ സൗകര്യമില്ലാതെ കഷ്ടപ്പെടരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇത് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത നയമാണെന്നും ധനമന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ധനമന്ത്രി നിർവഹിച്ചു. ലൈഫ് മിഷൻ ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ ജനകീയ പദ്ധതികളും ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ അടിസ്ഥാന നയത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഭവന നിർമ്മാണ പദ്ധതികളിലൂടെ എല്ലാവർക്കും സുരക്ഷിതമായ വാസസ്ഥലം ഉറപ്പാക്കുമ്പോൾ തന്നെ കേരളം ഒരു സുപ്രധാന നാഴികക്കല്ലിനരികിലാണെന്നും മന്ത്രി പറഞ്ഞു. ഭാഗ്യക്കുറിയിലൂടെ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നതാണ് ധനവകുപ്പിന്റെ വിശദീകരണം. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ സർക്കാരിന് ലോട്ടറിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലിത് സർക്കാരിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി. ലോട്ടറി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ധനമന്ത്രി പ്രശംസിച്ചു. ഭവനരഹിതരായ 160 ക്ഷേമനിധി അംഗങ്ങൾക്കാണ് ബോർഡിന്റെ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ വീട് ലഭിക്കുന്നത്. 2021 ലൈഫ് വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ലാഭവിഹിതം ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ക്ഷേമനിധി അംഗത്തിനും വീട് നിർമ്മിക്കുന്നതിനായി 5,92,000 രൂപ വീതമാണ് അനുവദിക്കുന്നത്. 160 വീടുകൾക്കുമായി ആകെ 9,47,55,000 രൂപ സർക്കാർ നീക്കിവെക്കുന്നു. എല്ലാ ജില്ലകളിലെയും അംഗങ്ങളെ പരിഗണിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ആകെ വിറ്റുവരവിന്റെ 1% തുക സർക്കാർ ഈ ക്ഷേമനിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.